ദാവണി പെണ്ണേ തൂമഴ ചിന്തേ നീ എൻ്റെ മാത്രം കനവേ. ദാവണി പെണ്ണേ തൂമഴ ചിന്തേ നീ എൻ്റെ മാത്രം കനവേ. താമര കണ്ണഴകേ പൂനില ചേലൊളിയേ അനുരാഗലോലേ ചാരുതേ. നീ എൻ്റെ ജീവനിൽ ആർദ്രമീ ഗീതമായി ഇന്നെൻ്റെ പ്രണയം സുന്ദരം. ദാവണി പെണ്ണേ തൂമഴ ചിന്തേ നീ എൻ്റെ മാത്രം കനവേ. പിറാവുകൾ നിൻ നീലമുടിച്ചുരുളുകളിൽ നീ ചൂടും പൂമൊട്ടിൻ മധുരം നുണഞ്ഞിടവേ. സുഗന്ധം കുടക്കീഴിൽ നാം രണ്ടിണത്തുള്ളികളാകും. ഞാൻ മാത്രം തീയും നിൻ ജീവന്റെ കുളിർനീടയിൽ. ഇത് സമ്മതം. ദാവണി പെണ്ണേ തൂമഴ ചിന്തേ നീ എൻ്റെ മാത്രം കനവേ. പൂങ്കവിളിൽ ചുംബനക്കുറി തൊടുവാൻ വിറയാർന്നൊരുങ്ങുന്നു തരളമെൻ ചുണ്ടുകൾ. നിന്നീലമിഴിക്കോണിൽ എനിക്കുള്ളൊരനുവാദം. ഇത് സമ്മതം. ദാവണി പെണ്ണേ തൂമഴ ചിന്തേ നീ എൻ്റെ മാത്രം കനവേ. താമര കണ്ണഴകേ പൂനില ചേലൊളിയേ അനുരാഗലോലേ ചാരുതേ. നീ എൻ്റെ ജീവനിൽ ആർദ്രമീ ഗീതമായി ഇന്നെൻ്റെ പ്രണയം സുന്ദരം. ഈ മുറിയിൽ കയറിയിട്ട് 8-ാം ദിവസം. ഇതെൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനത്തിനും അസ്തമനത്തിനും ഇടയിലുള്ള ഒരു പകലിൻ്റെ അല്പനിമിഷം. വറ്റി വരണ്ടു പോയ ജലാശയത്തിൽ മൺതരി പോലെ വേദന എന്നെ കാർന്ന് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. അവനെ കാത്തിരുന്നു മടുത്തു. എനിക്കറിയാം അവൻ വരില്ല. ഇനി വയ്യ. എല്ലാം ഉപേക്ഷിക്കാൻ സമയമായതുപോലെ എൻ്റെ അപ്പൻ്റെ, അമ്മയുടെ, കുടുംബത്തിൻ്റെ,
അഭിമാനത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും ഈ തീരുമാനത്തിലുണ്ടെന്ന് തോന്നുന്നു. തോന്നലല്ല, ഉണ്ട്. ഈ അവസ്ഥയിൽ സമൂഹം എന്നെ കണ്ടാലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ മരണ ഉത്തരവാവുമെങ്കിൽ ഇനിയും അതിന് വഹിക്കുന്നത് എന്തിനെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എങ്കിലും നീ എനിക്ക് ഇഷ്ടത്തെക്കാൾ കൂടുതൽ വിശ്വാസമായിരുന്നു നിന്നെ. നീ ഇഷ്ടത്തോടെ എനിക്ക് സമ്മാനിച്ച തൂവെള്ള മുത്തുകൾ പതിപ്പിച്ച മെറൂൺ കളർ ചുരിദാറിൻ്റെ ഷോളിന് അതേ ഇഷ്ടം നടിച്ച് നീ സമ്മാനിച്ച എൻ്റെ ഉദരത്തിൻ്റെ ഭാരം കൂടി താങ്ങാനുള്ള ശേഷിയുണ്ടെന്ന് ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് നിന്നോട് എനിക്കുള്ള കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ വ്യക്തത. ഇനിയും എന്തൊക്കെയോ എഴുതണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഇനി അടുത്ത ജന്മത്തിൽ. നാൻസി, നാൻസി, നീ എന്താ ലൈറ്റ് ഇടാതിരിക്കുന്നത്? ആ കടക്കാരന്മാരുടെ ഒരു നോട്ടവും അടക്കം പറച്ചിലും. ഇവനെന്ന് നാണമില്ലേ പെണ്ണുങ്ങളെ കാണാത്ത പോലെ? അവന്റെ ചൊറിച്ചില് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നീ അത്യാവശ്യമായി നാട്ടിൽ പോയിരിക്കുന്നെന്നാ ഹോസ്പിറ്റലിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത്. ലീവും എഴുതിയിട്ടു. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്ത? എന്താ മോളെ നീ കാണിച്ചേ? നാൻസി, നീ എന്താ മോളെ ഈ കാണിച്ചേ? എനിക്ക് വയ്യേച്ചി ഇനി ഇതുമായി ജീവിക്കാൻ. ഈ ഒറ്റപ്പെടൽ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ പപ്പയുടെയും മമ്മയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചി. എനിക്കിതേ തോന്നിയുള്ളൂ. നീ എന്താ മോളെ ഈ കാണിച്ചേ? ഇതിനെന്തെല്ലാം സൊല്യൂഷൻ വേറെ ഉണ്ട്. എനിക്കറിയില്ല ചേച്ചി, ഈ അവസ്ഥയിൽ ഞാൻ നാട്ടിൽ ചെന്നാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, എൻ്റെ കുടുംബത്തിനുണ്ടാവുന്ന മാനക്കേട് എല്ലാം ഓർത്തപ്പോൾ എൻ്റെ പപ്പ ഒരു പാവ. നാട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ ആ മനുഷ്യൻ തകർന്നു പോവും. അന്ന് എൻ്റെ പപ്പ ഇത് ചെയ്യാതിരിക്കാൻ ഞാൻ... മോളെ നീ ഇങ്ങനെ തുടങ്ങല്ലേ. ഞാൻ പലതവണ പറഞ്ഞു തന്നില്ലേ, നിന്റെ ഒരു സമൂഹവും ചോദ്യവും അതൊക്കെ നീ മറന്നുകളാ. സമൂഹം അതിങ്ങനെ ചികഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ലാത്തതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമുള്ളതിനെ ഉണ്ടാക്കിയെടുക്കുന്ന വൃത്തികെട്ട ജനക്കൂട്ടം. അതല്ലേ നീ പറയുന്ന സമൂഹം. അതിന് നീ ഭയന്ന എന്ന് നിനക്ക് ഇങ്ങനെ ജീവിക്കാനേ കഴിയൂ നാൻസി. എനിക്കറിയില്ല ചേച്ചി. ചേച്ചി ഇപ്പം എന്നെ തടഞ്ഞാലും ഞാനിത് ചെയ്യും. ഈ ഒറ്റപ്പെടൽ, ഈ
ാണ് നമ്മൾ നേഴ്സുമാർ. അതിനിടയിൽ നമ്മുടെ ജീവിതവും ജീവനും സംരക്ഷിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഞാനും നിന്നെപ്പോലെ തന്നെ ആയിരുന്നു നാൻസി. പക്ഷേ കഴിഞ്ഞ 8 വർഷക്കാലത്തെ ദാമ്പത്യത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാനാവാതെ ദാമ്പത്യം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു ഭാഗ്യം കെട്ടവളാണ് ഞാൻ. എൻ്റെ കഥകളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. നിനക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ വാചകങ്ങൾക്ക് അവസാനം നമുക്ക് പിരിയാമെന്നൊരു വാക്കുകൂടി അയാൾ കൂട്ടിച്ചേർക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ നാൻസി? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ താരാട്ടുക എന്നത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈശ്വരൻ അതും ഇല്ലാതാക്കിയിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ നാൻസി? വായിച്ചെഴുതാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എന്നെ തിരുത്തി എഴുതിയതിനെ ചേച്ചി, എൻ്റെ നശിച്ച ജീവിതം. സമയം ഇനിയും കഴിഞ്ഞിട്ടില്ല മോളെ. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എന്നിട്ട് നീ ശരിയാണ് ചേച്ചി. കെട്ടഴിഞ്ഞു പോയ ജീവിതരാത്രികൾ സമ്മാനിച്ചത് തന്നെയാണ് എനിക്ക് ഈ ജീവൻ്റെ തുടിപ്പിനെ. ഇതിനെ ഇങ്ങനെയൊക്കെ വർണ്ണിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം തോന്നുന്നു ഇതിനെ ഇങ്ങനെ തന്നെ വർണ്ണിക്കണമെന്ന്. സത്യത്തിൽ അന്നിത് സമ്മാനം തന്നെയായിരുന്നു. മനസ്സും ശരീരവും മറന്ന് ചുണ്ടുകളെ പരസ്പരം നുണഞ്ഞ് ആസ്വദിക്കുമ്പോൾ ഈ ജീവൻ്റെ തുടിപ്പിനെ എൻ്റെ ഉദരം കൈനീട്ടി വാങ്ങിയത് ഞാൻ അറിയാതെ പോയി. അന്ന് ചിരകളിൽ ഇരച്ചു കയറിയ സുഖച്ചൂടിൻ്റെ 1000 ഇരട്ടിയാണ് ചേച്ചി ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ചൂട്. സംഭവിച്ചു പോയതിനെ പറ്റി പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. നിനക്കധികം പ്രായമായിട്ടില്ല. ജീവിതം നിനക്ക് മുന്നിൽ അങ്ങനെ നിവർന്നു കിടക്കുക. നീ അതിനെപ്പറ്റി ചിന്തിക്കും. അവൻ്റെ നഖപ്പാടുകളും പല്ലിൻ്റെ അടയാളങ്ങളും കോരിയിട്ട് കവിൾ ചേർത്ത് വെച്ച് പാതി മയക്കത്തിൽ കിടക്കുമ്പോൾ അവൻ എൻ്റെ കാതിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ചേച്ചി. നീ എൻ്റേതാണ്, ജീവിത അവസാനം വരെ ഒപ്പമുണ്ടാകുമ്പോൾ. ഞാൻ അന്നേ വരെ നുണഞ്ഞ മധുരഫലങ്ങളെക്കാൾ മധുരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാ മധുരം കൈപ്പോ ചവർപ്പോ എന്താണെന്നറിയാത്ത ഒരു രസമായി മാറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ പറയുന്നതെല്ലാം നിന്റെ കഥകളാണ് നാൻസി, നിന്റെ മാത്രം കഥകൾ. അത് ഏകദേശം എനിക്ക് അറിയാവുന്നതാണ്. എൻ്റെ ചോദ്യം അതല്ല. ഒരു നിമിഷത്തെ തോന്നൽ അവസാനിപ്പിക്കേണ്ടതല്ല നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞു ജീവൻ. അതിനുള്ള മറുപടിയാണ് എനിക്ക് വേണ്ടത്. ഈ കുട്ടിക്ക് വേണ്ടിയെങ്കിലും നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ വളർത്തിക്കൊള്ളാം. പക്ഷേ നീ ഇനി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാൻ തെറ്റുകാരിയാണ് ചേച്ചി. എന്നെ സമൂഹം അങ്ങനെ കാണും. ഒരിക്കലും ഇല്ല മോളെ. സമൂഹം എന്നെ അങ്ങനെ ആക്കില്ലേ? സമൂഹം അതൊക്കെ വിട്ടേക്ക് നാൻസി. അറിയില്ല ചേച്ചി, ഞാൻ തെറ്റുകാരി തന്നെയാണ്. പങ്കുവച്ചത് പരസ്പരമല്ലേ? അപ്പൊ നീ മാത്രം അങ്ങനെ തെറ്റുകാരിയാവും? നീ പറയുന്ന സമൂഹം നിന്റെ നേർക്ക് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് വിരൽ ചൂണ്ടിയാ നിനക്ക് പറയാനൊരു പേരില്ലേ? അവനും തെറ്റുകാരൻ തന്നെയാണ്. ഇത് ഇന്ത്യയാണ് നാൻസി. ഇവിടെ ആണിനും പെണ്ണിനും 2 നീതിയല്ല. അവനൊപ്പമില്ലെങ്കിൽ മാത്രമേ സമൂഹം ഇതിന് തെറ്റായി വ്യാഖ്യാനിക്കൂ. അവനൊപ്പം ഉണ്ടെങ്കിൽ ഇതൊരു തെറ്റാണോ നാൻസി? എനിക്ക് തോന്നുന്നില്ല. നീ ചെയ്യാൻ ശ്രമിച്ചത് തെറ്റ്. മരിക്കാനുള്ള നിന്റെ തത്രപ്പാടിൽ മറന്നുപോയ ഒന്നുണ്ട്. നീ ഇവിടെ വേദനയുടെ തീയിൽ വെന്തുരുകുമ്പോൾ അതിൻ്റെ കാരണത്തിന് പകുതിയായവൻ സുഖമായി ഉറങ്ങുന്നു. നീ ഒരു പെണ്ണല്ലേ നാൻസി? ഇങ്ങനെ വെറും ഒരു പെണ്ണാകാതെ ഒരു പെണ്ണാകൂ നാൻസി. എനിക്കതിന് കഴിയോ ചേച്ചി? കഴിയണം മോളെ. അറിയില്ല ചേച്ചി. മോളെ, നിനക്ക് ജയിക്കാൻ 1 നിമിഷം മതി. തോറ്റു തരാൻ മനസ്സില്ല എന്ന് നീ തീരുമാനമെടുക്കുന്ന 1 നിമിഷം ചിന്തിക്ക്. ശരിയാണ് ചേച്ചി. സമൂഹത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഉത്തരമുള്ളതുപോലെ. എങ്കിൽ നീ എനിക്ക് സത്യം ചെയ്തു തരണം, ഇനി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന്. ഇല്ല ചേച്ചി, ഞാനും എൻ്റെ ഉദരത്തുടുപ്പും ഒരു നീളം ഗുളികയിലോ ഒരു ഷോളിൻ്റെ കുരുക്കിലോ അവസാനിക്കില്ല. പെണ്ണിനെ വെറും മാംസമായി മാത്രം കാണുന്നവർക്കുള്ള മറുപടി പറയേണ്ടതും പെണ്ണ് തന്നെയാണ്. അതിന് നിന്നെപ്പോലുള്ള പുതിയ തലമുറയിലെ പെൺകുട്ടികൾ തൻ്റെ ഇടം കാണിക്കണം. ശരിയാണ് ചേച്ചി. ഒപ്പമില്ലാത്തവരെ ചൂണ്ടിക്കാട്ടാൻ ഈ ജീവനും ഞാനും ജീവിച്ചേ മതിയാവൂ.